എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഈവനിങ് ആയപ്പം ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുത്താലോ എന്ന്. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഒരു വ്ളോഗ് എടുത്താൽ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവല്ലോ എന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാതെ കുറേ നേരം വെറുതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് പുറത്തുനിന്ന് മഴ പെയ്യണ പോലെ തോന്നിയപ്പം ഞാൻ കരുതി ഈ ജനലൊന്ന് തുറന്നിടാം, അതാകുമ്പം കുറച്ചും കൂടെ നല്ല രസമാണ് ജനലൊക്കെ തുറന്നിട്ടിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ജനലൊക്കെ തുറന്നിടാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല എനിക്ക് പ്രത്യേകിച്ച്. അതുകൊണ്ട് ഞാൻ കരുതി ലാപ്പ് എടുത്ത് നോക്കിയാലോ എന്ന്. ബട്ട് ലാപ്പിന് ഭയങ്കര കംപ്ലയിൻറ്റ്സ് ആണിപ്പം. ഓണായപ്പോൾ തന്നെ ഓഫാവുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഭയങ്കര കംപ്ലയിൻറ്റ്സ് ആണ് ഇപ്പോൾ ആയത്. അങ്ങനെ പിന്നെ റീസ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു പോയി, പിന്നെ ഓണായിട്ടില്ല. അതുകൊണ്ട് ലാപ്പ് കളിക്കാനുള്ളൊരു ഇൻട്രസ്റ്റും എനിക്ക് പോയി. അങ്ങനെ പിന്നെ ഞാൻ കുറേ നേരം പിന്നെയും പുറത്തോട്ടൊക്കെ നോക്കിയിട്ട് ഇരുന്ന് എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിട്ട് കുറേ നേരം ഇരുന്ന്. അതായത് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണോ, ജേർണൽ ചെയ്യണോ, പെയിൻറ്റ് ചെയ്യണോ, അങ്ങനെയൊക്കെ കുറേ തിങ്ക് ചെയ്തിട്ടിരുന്ന്. അങ്ങനെ ഞാൻ അതൊക്കെ തിങ്ക് ചെയ്തപ്പം എനിക്ക് പെട്ടെന്ന് ഇപ്പി വീട്ടിലുള്ളത് ഓർമ്മ വന്നു. സോ ഞാൻ കരുതി ഇപ്പി ഉണ്ടാക്കി കഴിച്ചാലോ. അങ്ങനെ പിന്നെ ഇപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വ്ളോഗ് എടുക്കണ കാര്യം കുറേ നേരത്തേക്ക് മറന്നുപോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഞാനൊരു ഹൈഡ് ആൻഡ് സീക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഒന്നും ചെയ്തിട്ടില്ലല്ലോ പ്രത്യേകിച്ച് എന്നിങ്ങനെ തിങ്ക് ചെയ്തപ്പം ഐ തോട്ട് എൻ്റെ കയ്യിലുള്ളൊരു കളറിങ് ബുക്ക് ഉണ്ട്, അത് ജസ്റ്റ് പെയിൻ്റ് അടിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തൊരു ഈവനിങ് ആണ്. എന്നാലും എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയോണ്ട് ഈ തോട്ട് വീഡിയോ എടുക്കാം. അങ്ങനെ തന്നെ എൻ്റെ കയ്യിലുള്ള ആ ഒരു കളർ ബുക്കിൻ്റെ ആ ഇമേജ് ഞാൻ എന്ത് കളർ കൊടുക്കണം എന്ന് ഡൗട്ടായപ്പം ഞാൻ ChatGPT-നോട് ചോദിച്ചിട്ട് ഒരു കളേഴ്സൊക്കെ നോക്കി ഫിക്സ് ചെയ്തു. അങ്ങനെ തന്നെ ആ കളർ അനുസരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഇടയ്ക്കാണ് ജസ്റ്റ് നോക്കിയപ്പം ആ കളേഴ്സൊന്നും അങ്ങോട്ട് ചേരാത്ത പോലെ ഒരു ഫീൽ വന്നത്. സോ ഞാൻ ChatGPT-ൻ്റെ അടുത്ത് ഒന്നും കൂടെ അത് അയച്ചു കൊടുത്തിട്ട് വേറൊരു റെഫറൻസ് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ChatGPT എനിക്ക് വേറെ രീതിക്ക് ഒരു ഇമേജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കരുതി അതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. അത് കുറച്ചും കൂടെ ഒരു നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു. മറ്റേത് ഭയങ്കര കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ കിടക്കുന്നു. സോ ഞാൻ അങ്ങനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ കളർ ചെയ്തപ്പോൾ കിട്ടിയതിനേക്കാളും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ എനിക്കിപ്പം ഈ വീഡിയോ കാണുമ്പം കിട്ടുന്നത്. കാരണം ആ ടൈം ലാപ്സിൽ ഇട്ടിട്ട് ആ വീഡിയോ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യണ്. ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഇരുന്നൊരു ഫീൽ കിട്ടുന്നുണ്ട്. അങ്ങനെ പിന്നെ അതിരുന്നിട്ട് പെയിൻറ്റ് ചെയ്യലിനു നെക്സ്റ്റ് പണി. അങ്ങനെ ഓൾമോസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അത് പെയിൻറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാനിങ്ങനെ അത് നോക്കിക്കൊണ്ടേയിരിക്കും കുറേ നേരം. അത് നോക്കി അതിൻ്റെ ഫോട്ടോ എടുത്ത് അതിൻ്റെ വീഡിയോ എടുത്ത് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇതും പെയിൻറ്റ് ചെയ്ത് കുറേ നേരം അങ്ങനെ അത് നോക്കിയിട്ട് കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ ചെയ്തിട്ടൊക്കെ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അവിടെ ക്ലീൻ ചെയ്തിട്ടാന്ന് കരുതി. കാരണം ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിങ്ങനെ അവിടെ കിടക്കും, പിന്നെ ഞാൻ തീരെ വൃത്തിയാക്കില്ല. അങ്ങനെ പിന്നെ ഞാനതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തു.